गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः। ओं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാ. ശ്രീ ശങ്കര ഭഗവത്പാദരാൽ വിരചിതമായ ഭജഗോവിന്ദത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി 23-ാമത്തെ ശ്ലോകം. അതിൽ പറയുകയാണ്: പുനരപി രജനീ പുനരപി ദിവസഃ പുനരപി പക്ഷ പുനരപി മാസഃ പുനരപ്യയനം പുനരപി വർഷം തദപി ന മുഞ്ചത്യാശാമർഷം. പുനരപി രജനീ ദിവസഃ പക്ഷഃ മാസഃ അയനം വർഷം തദപി ആശാമർഷം ന മുഞ്ചതി. അതായത് പുനരപി വീണ്ടും തന്നെ രാത്രി, ദിവസം, പക്ഷം, മാസം, അയനം, വർഷം അങ്ങനെ കടന്നു പോകുമ്പോഴും തദപി ആശാമർഷൻ ന മുഞ്ചതി, എന്നിരുന്നാലും ആശയും അമർഷവും ഒഴിവാക്കുന്നില്ല. ഇവിടെ കഴിഞ്ഞ 1-2 ശ്ലോകങ്ങളിൽ ഈ ഒരു കാലപ്രവാഹത്തിൻ്റെ ഗതിയും അവിടെ നമ്മുടെ ആയുസ്സിൻ്റെ ചോർച്ചയും അവിടെ എന്താണോ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും അതിൻ്റെ പരിണിതഫലമായിട്ടുള്ള ദുഃഖവുമൊക്കെ ആചാര്യസ്വാമികൾ വിശദീകരിച്ച് തന്നു. പക്ഷെ എന്നാലും ഈ ആശാപാശം എന്നുള്ളതാണ് ഏറ്റവും വലിയ പാശം എന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പല ശ്ലോകങ്ങളിലൂടെ. ഇവിടെയും അതുതന്നെ പറയുന്നു. ഈ ആശയും അമർഷവും ഒഴിവാക്കാൻ സാധിക്കാതിരുന്നാൽ ഈ കാലത്തിൻ്റെ ഗതിയിൽ, കാലത്തിൻ്റെ കാലപ്രവാഹത്തിൽ ഇവിടെ ജനിച്ച് മരിച്ചു കഴിയുന്ന ഈ ഒരു ജീവൻ ഒരിക്കലും കൃതാർത്ഥത ഉണ്ടാവില്ല എന്ന് വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ ദിവസവും രാത്രി പകൽ, പകൽ രാത്രി ഇങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ അതിൻ്റെ ഘടകമായി തന്നെ ദിവസം, പക്ഷം, മാസം, അയനം, വർഷം. ഇതാണ് നമ്മുടെ മനുഷ്യലോകത്ത് നമ്മൾ സൃഷ്ടിച്ച ഒരു കാലഗണന. ആ കാലഗണനയ്ക്കനുസരിച്ചാണ് നമ്മൾ ആയുസ്സും മറ്റുമൊക്കെ കണക്ക് കൂട്ടുന്നത്. ഒരു മനുഷ്യൻ്റെ ശരാശരി ആയുസ് 120 എങ്കിലും അതിലൊരു 90 വയസ്സാകുമ്പോഴേക്ക് തന്നെ നമ്മൾ വലിയൊരു ആയുസ്സായിട്ട് അത് കണക്ക് കൂട്ടുകയാണ്. അവിടെ ആയുസ്സിൻ്റെ ഭൂഭൂരിപക്ഷവും ബാല്യത്തിലും കളികളിലൂടെ ബാല്യകാലവും, കൗമാരത്തിലൂടെ മറ്റ് ആസക്തികളിലൂടെ കൗമാരകാലവും, ചിന്താമഗ്നനായിട്ട് വൃദ്ധകാലവുമൊക്കെ കഴിഞ്ഞു പോകുന്നതിൻ്റെ ചിത്രവും നമ്മൾ നേരത്തെ ഒരു ശ്ലോകത്തിലൂടെ കണ്ടു. അപ്പോൾ ഇവിടെ വീണ്ടും പറയുന്നു, ഇങ്ങനെ ഈ എണ്ണി കുറയുന്നു ഇതായുസ്സും എന്നൊക്കെ നമ്മൾ മറ്റ് കൃതികളിലൊക്കെ നമ്മൾ പഠിക്കുന്നു. ജ്ഞാനപ്പാനയിലും ഹരിനാമകീർത്തനത്തിലൊക്കെ ഈ ആയുസ്സിൻ്റെ മഹത്വവും അതിനെ അനാവശ്യമായി ചെലവാക്കുമ്പോഴുണ്ടാകുന്ന മഹത്തായ നഷ്ടത്തെക്കുറിച്ചൊക്കെ പറയുന്നു. എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടി കരേറുന്നു മോഹവും വന്നു ഓണം കഴിഞ്ഞു വിഷുവെന്നും വന്നിതല്ലോ തിരുവാതിര എന്നും ഉണ്ണിയുണ്ടായി വേൾപ്പിച്ചതിലൊരു ഉണ്ണിയുണ്ടായി കണ്ടാവുതെന്നു ഞാൻ എന്നൊക്കെ അവിടെ നമ്മൾ കാണുന്നു. അപ്പോൾ അവിടെയൊക്കെ വളരെ സരസമായി ലളിതമായിട്ട് ഒരു മനുഷ്യൻ്റെ ആശാപാശങ്ങൾ എങ്ങനെയാണ് അയാളെ ബന്ധിക്കുന്നത് എന്ന് കാണിക്കുകയാണ്. കാരണം ഈ ആശാപാശത്താൽ ബന്ധിക്കപ്പെടുമ്പോൾ കാലം നീങ്ങുന്നതും ആയുസ് കുറയുന്നതും മരണം അടുക്കുന്നതും ഒന്നും അയാൾ ചിന്തിക്കുന്നില്ല. മരണശയ്യയിൽ കിടക്കുന്ന ആൾ പോലും ഡോക്ടർ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അല്പ ദിവസങ്ങൾക്കകം മരണം സംഭവിക്കും എന്ന് പറയുന്ന വ്യക്തിയെ പോയി കണ്ടാലും അദ്ദേഹത്തിൻ്റെയും ഉള്ളിൽ അനവധി ആഗ്രഹങ്ങളാണ്. മരണം ആസന്നമായിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലും ചിന്തയിലും പലതരത്തിലുള്ള ആഗ്രഹങ്ങളും ആ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നവരോടുള്ള വിരോധവും ശത്രുത്വവും ഒക്കെ കൊണ്ടാണ് മരണത്തിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ജീവന്മാരുടെ അടുത്ത ഗതി എന്തായിരിക്കും? അതിദയനീയമെന്നേ പറയാൻ സാധിക്കുള്ളൂ. കാരണം വിശിഷ്ടമായൊരു മനുഷ്യ ജന്മം ലഭിച്ചിട്ടും അത് വേണ്ടതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ അത് അത്യന്തം ദോഷമാണ്, അല്ലെങ്കിൽ അത്യന്തം പരിതാപകരമാണെന്ന് പറയാം. അവിടെ യോനിമന്യേ പ്രബധ്യന്തേ ശരീരത്വായ ദേഹിനഃ സ്ഥാണുമന്യേനു സംയന്തി യഥാകർമ്മ യഥാശ്രുതം എന്ന് ഉപനിഷത്ത് പറയും. കർമ്മത്തിനനുസരിച്ചാണ് ഓരോ യോനിയിലും വന്ന് പിറക്കുന്നത്. യോനിമന്യേ പ്രബധ്യന്തേ ശരീരത്വായ ദേഹിനഃ, ശരീരം സ്വീകരിക്കുന്നത് ഓരോ യോനിയിൽ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്?
ഓരോ കർമ്മത്തിനനുസരിച്ചാണ്. യഥാകർമ്മ യഥാശ്രുതം. അപ്പോൾ കർമ്മം മനുഷ്യജന്മം ലഭിച്ചാൽ മനുഷ്യൻ ചെയ്യേണ്ട കർമ്മം എന്താണ്, ആ മനുഷ്യൻ്റെ ധർമ്മം എന്താണ്, മനുഷ്യൻ ഇതംപ്രദമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് മനുഷ്യൻ എന്നുള്ള പേരിന് പോലും യോഗ്യനാകുവാൻ മനനം ചെയ്യേണ്ടവനാണ് മനുഷ്യൻ. മനനം ചെയ്യുന്നവനാണ് മാനവൻ, അവനാണ് മനുഷ്യനും. അപ്പോൾ മനനം ചെയ്യുന്നത് എന്താണ്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ലഭിച്ചില്ലല്ലോ ഇത് ലഭിച്ചില്ലല്ലോ എന്നുള്ള ലോക വിഷയങ്ങളെ മനനം ചെയ്ത് നശിക്കേണ്ടതല്ല, മറിച്ച് മനുഷ്യൻ എന്നുള്ള പദത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം മനനം ചെയ്യേണ്ടവനാണെന്നും ആ മനനം ചെയ്യേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ലോകവും ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന നിയാമക ശക്തിയും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഈ ഞാനും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെയൊക്കെ നിയന്ത്രിക്കുന്ന ആ ശക്തിവിശേഷം എന്താണെന്നും അതിനെ കണ്ടെത്തേണ്ടത് എങ്ങനെയാണെന്നുമൊക്കെ മനനം ചെയ്യേണ്ടവനാണ് മനുഷ്യൻ. അങ്ങനെ മനനം ചെയ്യുമ്പോഴാണ് അവന് ജീവിതത്തിലെ സദ്ഗതിയിലേക്ക് ഉദ്ഗതിയിലേക്ക് ഉയരുവാനുള്ള ഒരു ഇച്ഛ ഉണ്ടാവുന്നതും അതിനനുസരിച്ചുള്ള ഒരു ജീവിതപാത തിരഞ്ഞെടുക്കുന്നതും. ആ മനനം ചെയ്യാത്തവൻ മനുഷ്യനല്ല, മർത്യൻ എന്ന് പറയാം. മർത്യൻ എന്ന് പറയുമ്പോൾ മരണധർമ്മത്തോടൊത്തവൻ. മനനം ചെയ്യുന്നവനെ മനുഷ്യനെന്ന് പറയുന്നു, അതേ മനുഷ്യനെ മർത്യനെന്നും പറയുന്നു, മരണധർമ്മത്തോടൊത്തവൻ. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും മരിക്കുന്നു, അതുകൊണ്ട് മർത്യനെന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുത്താം. അപ്പോൾ കേവലം ജനിച്ചു, കുറേ സുഖഭോഗങ്ങളും മറ്റുമൊക്കെ അനുഭവിച്ചു, കുറേ ദുഃഖങ്ങളും അനുഭവിച്ചു, അവസാനം ചത്തുപോകുന്നു. പാവം ശിവ ശിവ എന്ന് പറയുന്നത് പോലെ ചത്തുപോകുന്നു. ജനിച്ച് മരിക്കുന്ന ഒരു ധർമ്മത്തിൽ മാത്രം നിൽക്കുന്നവനാണെങ്കിൽ അവൻ മർത്യനാണ്. നേരെ മറിച്ച് മനനം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ മനുഷ്യനാണ്. ആ മനനം എന്നുള്ളത് ആത്മീയമായ ചിന്തയുടെ മനനമായിരിക്കണം, ലോക വിഷയങ്ങളിലുള്ള മനനമല്ല. അപ്പോൾ അങ്ങനെ ഇവിടെ പറയുന്നു, ഇങ്ങനെ രാത്രിയും പകലും പക്ഷവും മാസവും അയനവും വർഷവും ഒക്കെ കടന്നു പോകുമ്പോഴും ആശയും ആഗ്രഹങ്ങളും അതിന് തടസ്സം നിൽക്കുന്നവരോടുള്ള അമർഷവും ഒക്കെ കുറയുന്നില്ല. മഹാത്മാക്കളെ സംബന്ധിച്ചുള്ളൊരു പദപ്രയോഗമാണ് അജാതശത്രു എന്ന്. കാരണം അവർക്ക് ശത്രുക്കളേ ഇല്ല. കാരണം എന്താണ്? എല്ലായിടത്തും ഒന്നിനെ കാണുന്നവന് തത്ര കോ മോഹക ശോക ഏകത്വമനു പശ്യതി എന്ന് ഉപനിഷത്ത് പറയും. ഏകത്വത്തെ ദർശിക്കുന്നൊരു മഹാത്മാവിന് എന്ത് ശോകം എന്ത് മോഹം? അവിടെ ഭേദദൃഷ്ടിയേ ഇല്ല. ഭേദദൃഷ്ടി കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു എന്നും ഭേദദൃഷ്ടി കാണുന്നവനാണ് ഭയമെന്നുമൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മളോട് നമ്മുടെ ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കൾ, വേദം നമ്മളോട് പറയുന്നു. ഉദരമന്തരം കുരുതേ തസ്യ ഭയം ഭവതി. അപ്പോൾ അല്പമായ ഒരു ഭേദബുദ്ധി പോലും നമ്മുടെ ഉള്ളിൽ ഭയത്തെ ജനിപ്പിക്കുന്നു. പലതിനെ കാണുന്നവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പോകുന്നു. കാരണം അവന് മരണചക്രത്തിന് പുറത്ത് കടക്കാൻ സാധ്യമല്ല. ഈ പലതിനെ കാണുന്നവൻ, പലതായിട്ട് കാണുന്നവൻ, ഒന്നിനെ പലതായിട്ട് കാണുമ്പോഴും അതിൻ്റെ സത്ത ഒന്നാണെന്ന് മനസ്സിലാക്കുന്നവനെ മരണത്തെ അതിക്രമിക്കാം. പലതിൽ സത്യത്വ ബുദ്ധിയുള്ളവനെ ഒരിക്കലും മരണത്തിൽ നിന്ന് മരണചക്രത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് പലതായിട്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലതിനെ പലതായിട്ട് കാണുന്നു എങ്കിലും അതിൻ്റെയൊക്കെ അടിസ്ഥാന സത്ത ഏകമായ ഒരേ ഒരു ഉണ്മയാണെന്ന് ബോധിക്കുകയാണ് ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ആകുമ്പോൾ അയാൾ പലതിൽ ഒന്നിനെ കാണുന്നു. പലതായി കാണുന്നതിൽ പ്രാധാന്യം കൊടുക്കാതെ പലതിൽ ഒന്നിനെ കണ്ട് ഏകത്വത്തെ ദർശിക്കുമ്പോൾ അയാൾക്ക് പിന്നെ ശോകമോഹങ്ങളില്ല. ആ ഒരു ദൃഷ്ടിയിലേക്ക് ഉയരാതെ ഇവിടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ, പല ശ്ലോകങ്ങളിലൂടെ ആചാര്യസ്വാമികൾ പറഞ്ഞ ഈ ആഗ്രഹങ്ങൾ, ആശ തദപിന മുഞ്ചത്യാശാമർഷം, ഈ ആശയും അമർഷവും ഒഴിവാക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദുഃഖത്തിന് കാരണമാവുമെന്ന് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ആഗ്രഹങ്ങളാവാം, ആഗ്രഹങ്ങളൊക്കെ ധാർമ്മികമായിട്ടും സത്യസന്ധമായിട്ടും ഈ ലോകവ്യവഹാരത്തിൽ നമുക്ക് ആഗ്രഹങ്ങളാവാം, വേണ്ട എന്ന് പറയുന്നില്ല. ധർമ്മവിരുദ്ധമല്ലാത്ത കാമം ഞാനാകുന്നു എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. ധർമ്മവിരുദ്ധമല്ലാത്ത കാമമായിരിക്കണം. ധർമ്മവിരുദ്ധമല്ലാത്ത കാമം നമ്മളെ, ആ ആഗ്രഹങ്ങൾ നമ്മളെ മെല്ലെ ആഗ്രഹനിരാസത്തിലേക്കും എല്ലാ ആഗ്രഹങ്ങളും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥയിലേക്കും നമ്മളെ നയിക്കും ധാർമ്മികമായ ആഗ്രഹങ്ങൾ. എന്നാൽ പലപ്പോഴും അധാർമികമായ ആഗ്രഹങ്ങൾ ഒന്നിൽ നിന്ന് അടുത്തതിലേക്കും അടുത്തതിൽ നിന്ന് അടുത്തതിലേക്കുമായ ഗ്രന്ഥികളിലേക്ക്, കെട്ടുകളിലേക്ക് നമ്മളെ നയിച്ച് അവസാനം വലിയ മായയുടെ കെട്ടിൽപ്പെട്ട് ദുഃഖിക്കേണ്ടി വരുന്നു. മറ്റേ ആഗ്രഹങ്ങൾ നമ്മളെ മായയുടെ കെട്ടിൽ നിന്ന് അഴിച്ച് ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥയിലേക്ക് നയിക്കും. അപ്പോൾ അത് വിവേചനപൂർവ്വം ജീവിതത്തെ കൊണ്ട് നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ എന്ന് വീണ്ടും ആശയുടെ ആ ഒരു വലിയ അപകടത്തെ നമുക്ക് കാട്ടിത്തരികയാണ് ആചാര്യസ്വാമികൾ ഈ ഒരു ശ്ലോകത്തിലൂടെ, 23-ാമത്തെ ശ്ലോകത്തിലൂടെ എന്ന്
അത് നല്ലപോലെ മനനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.